സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. രാജ്യം ഇന്ന് 74ാമത്തെ സ്വാതന്ത്ര്യ ദിനാചരണം നടത്തുന്ന സന്ദർഭമാണല്ലോ. 73ാം വാർഷികവും 74ാം ദിനാചരണവും. 1947 ഓഗസ്റ്റ് 15-ന് ഒന്നാം ദിവസം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തെ ദിനാചരണം തുടങ്ങുന്നു. ഇപ്പോൾ അതുകൊണ്ട് 74ാം ദിനാചരണം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ വായും മൂക്കും മൂടിക്കെട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നത്. അനാർഭാടമായിട്ട്, ഘോഷയാത്രകളില്ലാതെ, വിളംബരങ്ങളില്ലാതെ, വാഗ്ധോരണികളില്ലാതെ ഒരു സ്വാതന്ത്ര്യ ദിനാചരണം നടത്താൻ നമ്മൾ നിർബന്ധിതമായിരിക്കുന്നു. അതുണ്ടാക്കിയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. പാൻഡമിക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ലോകവ്യാപകമായ, വിശ്വവ്യാപകമായ ഒരു മഹാവ്യാധി കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ആരംഭിച്ച് ഇപ്പോൾ 7-8 മാസക്കാലമായിട്ട് ലോക ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം. പരിഹാരമെന്തെന്നറിയാതെ ലോകം അസ്തമിച്ചു നിൽക്കുന്നു. ശാസ്ത്രം ശുഭാപ്തി വിശ്വാസത്തിലാണ്. നേരിടാനും അതിനെ പരാജയപ്പെടുത്താനും ആ രോഗാണുവിനെ പരാജയപ്പെടുത്താനും കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ശാസ്ത്രത്തിനുണ്ട്. പക്ഷേ സമയം വേണം. പരീക്ഷണങ്ങൾ നടത്തണം, അതിൻ്റെ പ്രയോഗിച്ച് നോക്കണം. ആ പ്രയോഗക്ഷമത എത്രമാത്രം ഉണ്ട് എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്. ഇതിനു മുമ്പ് മനുഷ്യരെ കൊന്നൊടുക്കിയ എത്രയോ വ്യാധികളുണ്ടായിരുന്നു. അവയ്ക്കൊക്കെ നമ്മൾ പരിഹാരം കണ്ടെത്തിയിരുന്നു. അവയ്ക്കൊക്കെ നമ്മൾ ഔഷധങ്ങൾ കണ്ടെത്തിയിരുന്നു. അവയ്ക്കെല്ലാം നമ്മൾ നിവാരണ മാർഗം കണ്ടെത്തുകയും ചെയ്തു. അതുപോലെ ഈ മഹാവ്യാധിക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് സ്വതന്ത്ര മനുഷ്യരായിട്ട് തോളോട് തോൾ ചേർന്ന് മുഖാമുഖം കണ്ട് ചിരിച്ച് മുഖഭാവങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആശയങ്ങളും വ്യഞ്ജിപ്പിക്കാൻ, പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നൊരു കാലം വരും സമീപഭാവിയിൽ തന്നെ എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കെല്ലാവർക്കും വച്ചു പുലർത്താം. ഓഗസ്റ്റ് മാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നാണ്. ഓഗസ്റ്റ് 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നത് മാത്രമല്ല, ഒരു ഓഗസ്റ്റ് 9-നായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിനൊരു സന്ദേശമുണ്ട്. അതൊരു സമരരൂപമൊന്നുമില്ലായിരുന്നു. സമരം പ്രഖ്യാപിച്ചവരെയൊക്കെ തൂത്തുവാരി ബ്രിട്ടീഷ് സർക്കാർ തുറുങ്കിലടച്ചു. സമരം നടത്തിയ ബഹുജനങ്ങളായിരുന്നു, സാധാരണക്കാരായിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ, ക്വിറ്റ് ഇന്ത്യ എന്ന് ഗാന്ധിജി പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. ആ സന്ദേശമെന്ന് പറയുന്നത്, അതിവേഗത്തിൽ ഇന്ത്യയിലേക്ക് ആക്രമിച്ച് കടന്നു വരുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ സഖ്യത്തിലുള്ള ജപ്പാൻ എന്ന രാഷ്ട്രത്തെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം എന്നുള്ളതായിരുന്നു. എന്തിന് ഒരു ഏഷ്യൻ രാജ്യമായ ജപ്പാൻ മറ്റൊരു ഏഷ്യൻ രാജ്യമായ ഇന്ത്യയെ ആക്രമിക്കണം? ആ ആക്രമണത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു, ഒരു യൂറോപ്യൻ രാജ്യമായ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാൻ്റെ ഇന്ത്യ ആക്രമണത്തിൻ്റെ പിന്നിലുള്ള കാരണം. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ ജപ്പാൻ്റെ ഫാസിസ്റ്റ് ആക്രമണത്തെ ഒഴിവാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഗാന്ധിജി നേർബുദ്ധിയോടുകൂടി വിശ്വസിച്ചുകൊണ്ട് പറ്റിയ ഒരു സമരാഹ്വാനമായിരുന്നു 42 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം. ഒരു കാര്യം ഉറപ്പുണ്ട്, ഗാന്ധിജി ഫാസിസ്റ്റ് വിരുദ്ധനായിരുന്നു. ഏറ്റവും പ്രാചീനമായ ചില സങ്കല്പനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും പ്രാചീനമായ ചില ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അതേസമയം ഏറ്റവും നൂതനമായ യന്ത്രശക്തിയെ ഉപയോഗിച്ചുകൊണ്ടും ഉൽപാദനം നടത്തുകയും സമ്പത്തും അധികാരവും കൈവശം വയ്ക്കാൻ അനുഭവിക്കുന്ന വിഭാഗത്തിൻ്റെ കയ്യിൽ തന്നെ നിൽക്കണം എന്നുമുള്ള ഒരു കാഴ്ചപ്പാടാണ് ഫാസിസത്തിനുള്ളത്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണം ആദ്യം സ്ഥാപിക്കപ്പെടുന്ന ഇറ്റലിയിൽ അതിൻ്റെ നായകനായ മുസോളിനി പറഞ്ഞു, കോർപ്പറേറ്റുകളും ഭരണകൂടവും ഒന്നാകുന്നതാണ് ഫാസിസം. ബഹുരാഷ്ട്ര കുത്തകൾ, അവരെയാണ് കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത്. അന്ന് മൾട്ടിനാഷണൽ കമ്പനീസ്, MNC
എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ്, MNCs. ആ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും ഭരണവും ഒന്നാവുക, അവർ തമ്മിൽ വ്യത്യാസമില്ല. എന്ന് വെച്ചാൽ കോർപ്പറേഷൻ ബഹുരാഷ്ട്ര കുത്തകകൾ തന്നെയാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നത്. വ്യക്തികൾ വേറെ ആയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതാണ് ഭരണകൂടം, അങ്ങനെയുള്ളതാണ് ഫാസിസ്റ്റ് ഭരണകൂടം. അതുതന്നെയാണ് ആധുനിക ഇപ്പോഴത്തെ കാലത്ത് 70 അല്ലെങ്കിൽ 80 90 കൊല്ലത്തിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ ഒരു 4 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണം സ്ഥാപിച്ചതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാം. ഫാസിസം ഇറ്റലിയിൽ അധികാരത്തിൽ വന്നത് ഏറ്റവും പ്രാചീനമായ ചില സങ്കല്പനങ്ങൾ, പഴയകാലത്ത് റോമിലുണ്ടായിരുന്ന ഒരു സുവർണയുഗ സങ്കല്പം, കത്തോലിക്ക സഭയുടെ ആധിപത്യം, വീരാരാധന, കലയിലും പഴയ കാലത്തുണ്ടായിരുന്ന കലയിലും സംസ്കാരത്തിലുമുള്ള ഒരു അമിതമായ ആവേശവും അതിനെക്കുറിച്ചുള്ള അമിതമായ ബോധവും അഭിമാനബോധവും, ഇതൊക്കെ വച്ചു പുലർത്തുമ്പോൾ തന്നെ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും നൂതന രൂപമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തുകയും ഭരണത്തിൽ മുറുകി പിടിച്ചിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഭൂതകാലത്തിൻ്റെ സുവർണയുഗത്തിൽ അഭിരമിക്കുന്ന ആൾക്കാർക്ക് അവിടെ ജനങ്ങൾ സ്വയം ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന ബോധമുണ്ടാവില്ല. ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നാതിരിക്കാൻ തക്കവണ്ണം ജാതിമത ശക്തികളെയോ ജാതിമത ബോധത്തെയോ ഭൂതകാലത്തെ സാംസ്കാരികമായ തനിമയെയോ സുവർണയുഗത്തെയോ മുൻനിർത്തിക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ചൂഷണം ഇവിടെ നടക്കുകയും ചെയ്യും, ഭരണം കഴിയും. അത്തരത്തിലുള്ളൊരു ഫാസിസമാണ്, ഫാസിസ്റ്റ് ഭരണമാണ് ഇറ്റലിയിലും ജർമ്മനിയിലും ജപ്പാനിലും നിലനിന്നിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ആ സഖ്യകക്ഷിയിലൊന്നായ ജപ്പാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു. ഫാസിസം ഇന്ത്യയിൽ വരാൻ പാടില്ല എന്ന കാര്യത്തിൽ ഗാന്ധിജിക്കും അദ്ദേഹത്തിന് അന്ന് നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അത് ഓഗസ്റ്റ് 9. മറ്റൊരു പ്രാധാന്യവും കൂടി ഓഗസ്റ്റ് മാസത്തിനുണ്ട്. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ 370-ാം വകുപ്പ് അനുസരിച്ച് ചില പ്രത്യേക പദവികളും ആനുകൂല്യങ്ങളും നൽകിയിരുന്ന ജമ്മു കാശ്മീരിനെ സംസ്ഥാന പദവി ഇല്ലാതാക്കുകയും പ്രത്യേക പദവി ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി വരുന്നത് 2019 ഓഗസ്റ്റ് 5-നായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന പദവിയുള്ള ഒരു പ്രദേശത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നത്. എന്താണ് 950 ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം എന്താ? ഇന്ത്യ നിലവിൽ 14 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, 14 ഭാഷകളെ അംഗീകരിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളവ യൂണിയൻ കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു. ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്നൊന്നായി സംസ്ഥാന പദവിയിലേക്ക് ഉയർന്നു. നോക്കൂ, നമ്മുടെ പുതുച്ചേരി, ഗോവ, ഡൽഹി, ആൻഡമാൻ നിക്കോബാർ ഇപ്പോഴും കേന്ദ്രഭരണം, അങ്ങനെയുള്ള മറ്റു പല പ്രദേശങ്ങളും സംസ്ഥാന പദവിയിലേക്ക് ഉയർന്നപ്പോൾ സംസ്ഥാന പദവി ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിനെ ജമ്മു എന്നും കാശ്മീർ എന്നും ലഡാക്കും എന്നുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. ആ സംസ്ഥാനത്തിൻ്റെ പദവി ഇല്ലാതാക്കി. സംസ്ഥാനത്തിന് നൽകിയിരുന്ന പ്രത്യേക പദവി 370-ാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക പദവി ഇല്ലാതാക്കി തീർത്തു. അത് 2019 ഓഗസ്റ്റ് 5-നായിരുന്നു. എന്താ 2020 ഓഗസ്റ്റ് 5-ന്റെ പ്രത്യേകത? 20 ഓഗസ്റ്റ് 5-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന സങ്കല്പത്തെ, അഥവാ മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള കാര്യം സത്യപ്രതിജ്ഞയെ നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജയ്ക്ക് പങ്കെടുക്കുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ അദ്ദേഹം നേരിട്ട് ഹാജരാകുന്നു. അത് അസാധാരണമായ കാര്യമാണ്. ഇതിന് സമാനമായ ഒരു കാര്യം 950 ചൂണ്ടിക്കാണിക്കാനുണ്ട്. നമുക്കെല്ലാം ഏറെ പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം 927 ജയ് സോമനാഥ് എന്ന പേരിൽ ഡോക്ടർ കെ എൻ മുൻഷി ഒരു പുസ്തകം എഴുതി. ഡോക്ടർ കെ എൻ മുൻഷിയെ പുതിയ യുവാക്കൾക്ക് അറിയണമെന്നില്ല. 46-ൽ നിലവിൽ വന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുണ്ടായ ഇടക്കാല മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. മഹാപണ്ഡിതനായിരുന്നു, ചരിത്രകാരനാണ്.
അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വത്തിലാണ് പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ, സൊസൈറ്റി ആൻഡ് കൾച്ചർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ എന്ന പേരിൽ 10 വാല്യങ്ങളുള്ളൊരു പുസ്തകം ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാരതീയ വിദ്യാഭവൻ്റെ സ്ഥാപകനാണ് KM മുൻഷി. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയതാണ് ജയ് സോമനാഥ്. സോമനാഥ ക്ഷേത്രത്തെ പറ്റിയുള്ളതാണ്. ആ സോമനാഥ ക്ഷേത്രത്തെപ്പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പുസ്തകമായിരുന്നു അത്. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നാണ് കണക്ക്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു പുതിയ കവാടം, ഗേറ്റ് കെട്ടാൻ തീരുമാനിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കകത്തു നിന്നും പണം പിരിവ് നടത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വന്നത് ഡിപ്ലോമാറ്റിക് ബാഗ് വഴി എന്നാണ് പറയണത്. ഇപ്പോഴും ഡിപ്ലോമാറ്റിക് ബാഗിൻ്റെ പ്രശ്നം ഇവിടെ കിടക്കുകയാണല്ലോ. ഡിപ്ലോമാറ്റിക് ബാഗ് വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വരുത്തി ഗംഗയുടെ തീർത്ഥജലം എന്ന പേരിൽ, ഗംഗയിൽ നിന്നെടുത്ത വെള്ളം തീർത്ഥജലം എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കുന്നു. അവിടുത്തെ ഇന്ത്യക്കാരായ ആൾക്കാരിൽ നിന്ന് പണം പിരിക്കാൻ ഒരു ഉത്തേജക മരുന്നെന്നുള്ള നിലയ്ക്ക്. എന്തായാലും അന്നത്തെ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തു. ഒരു ഗേറ്റ് പണിതു. ആ ഗേറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി അന്നത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ KM മുൻഷി ക്ഷണിക്കുന്നു. അഥവാ ഈ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കുന്നു. രാജേന്ദ്ര പ്രസാദ് അത് സമ്മതിച്ചു. രാജേന്ദ്ര പ്രസാദ് സമ്മതിച്ചെങ്കിലും രാഷ്ട്രപതിയുടെ ടൂർ പ്രോഗ്രാം, യാത്രകളും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നതിന് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് PMO എന്ന് പറയും, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫയൽ അയച്ചു. പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞു, രാഷ്ട്രപതി ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് പോകാം, പക്ഷേ രാഷ്ട്രപതി പൊയ്ക്കൂട എന്നതായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട്. എൻ്റെ അർത്ഥവ്യത്യാസം മനസ്സിലായല്ലോ. രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നയാളാണ്. അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസമാകാം, ഇഷ്ടമുള്ള ദേവനെ ഭജിക്കാം. അത് ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്. ഇഷ്ടമുള്ള ദേവനെ ഭജിക്കാം, ഇഷ്ടമുള്ള ദേവാലയത്തിൽ പോകാം. ഏത് ദേവാലയമായിരുന്നാൽ, ഏത് വിശ്വാസിയായിരുന്നാൽ ഏത് ദേവാലയത്തിലും പോകാം. പക്ഷേ ഒരു ക്ഷേത്രവുമായി, ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് പോകാൻ പാടില്ല. അതിന് തറക്കല്ലിടലോ ഭൂമി പൂജ മുതലായ കാര്യങ്ങൾക്ക് പോകാൻ പാടില്ല എന്നാണ് നെഹ്റുവിൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിൽ നിർണായകമായ നേതൃത്വം വഹിച്ചയാളും ഞാൻ പിന്നീട് വിശദീകരിക്കാൻ പോകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന പ്രീആമ്പിൾ എഴുതി തയ്യാറാക്കിയതും നെഹ്റു ആയിരുന്നുവല്ലോ. അപ്പം നെഹ്റു അതിനെ എതിർത്തു. അതാണ് 1950 അനുഭവം. കാരണം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയവർക്ക് തന്നെ അതെന്തായിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ 70 കൊല്ലത്തിന് ശേഷം, 50-ലാണ് ആ സംഭവം, ഇപ്പോൾ 2020 അപ്പോൾ 70 കൊല്ലത്തിന് ശേഷം 1950 അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞതിന് നേരെ വിരുദ്ധമായ കാര്യമാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ചെയ്തത്. അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസമാകാം, ഏത് ദേവാലയത്തിലും പോയി പ്രാർത്ഥിക്കാം. പക്ഷേ ദേവാലയത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ മതപരമായ ചടങ്ങുകൾക്കോ പ്രധാനമന്ത്രി പങ്കെടുത്തുകൂടാ. ഇവിടെ സംഭവിച്ചത് ഓഗസ്റ്റ് 5-ാം തീയതി പ്രധാനമന്ത്രി പോയിരുന്ന് ഭൂമി പൂജയിൽ പങ്കെടുക്കുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് സാക്ഷിയാവുന്ന അദ്ദേഹം നിർവഹിക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതും സംഭവിച്ചത് ഓഗസ്റ്റിലാണ്. 1949 ഡിസംബർ മാസത്തിൽ അത്യത്ഭുതകരമായ രീതിയിലായിരുന്നു ബാബറി മസ്ജിദിൽ, അയോധ്യയിൽ, ഫൈസാബാദ് ജില്ലയിലെ അയോധ്യയിൽ നിൽക്കുന്ന 500 വർഷത്തിലേറെ പഴക്കമുള്ള ബാബറി പള്ളിയുടെ അങ്കണത്തിൽ ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടത്. അത് പറഞ്ഞത് അത്യത്ഭുതമായിട്ടെന്നാണ്. ആ രാമവിഗ്രഹം അവിടെ സ്ഥാപിച്ചത് 1949 ഡിസംബറിലാണ്, രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട്. അന്ന് മുതൽ ഹിന്ദു മഹാസഭയും സംഘപരിവാറും ആവശ്യപ്പെടുന്നതാണ് ആ മുസ്ലിം ദേവാലയത്തെ തകർത്ത് അവിടെ ഒരു ഹിന്ദു ദേവാലയം പണിയണം എന്നുള്ളത്. അത് സാധ്യമായത് ഇപ്പോൾ 2020-ലാണ്. അപ്പോൾ 1949-50 കാലത്ത് ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോഴും
അയോധ്യയിലെ ബാബറി പള്ളിക്കകത്ത് രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുമ്പോഴും എന്തായിരുന്നുവോ സംഘപരിവാറും ഹിന്ദു മഹാസഭയും പറഞ്ഞിരുന്നത് അതുതന്നെയാണ് 70 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ മാസത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നമ്മൾ വായും മൂക്കും മൂടിക്കെട്ടിക്കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എന്ന്. ഈ വായും മൂടിക്കെട്ടിയത് ഒരു സിംബോളിക്കാവും, പ്രതീകാത്മകമാകാം. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ പൗരബോധത്തെയൊക്കെ തകർക്കുന്ന തരത്തിലേക്ക് ഭരണകൂടം പോയാലോ പോകുമെന്നുള്ള സംശയമുണ്ടായിരിക്കുന്നു. അതാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയിൽ വന്നിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് ഒരു അഭിഭാഷകൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അത് ചീഫ് ജസ്റ്റിസിനെ, സുപ്രീം കോടതിയുടെ ന്യായാധിപനെ വിമർശിക്കുന്നതായി പോയി എന്ന പേരിൽ അത് കോർട്ട് ലക്ഷ്യമാക്കി എടുത്തിരിക്കുന്നു. അതിൻ്റെ നിയമപരമായ കടങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പൗരാവകാശത്തിനെതിരെയുള്ള ധ്വംസനമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ കുറേ പൗരാവകാശങ്ങൾ പറയുന്നുള്ളതാണല്ലോ നമ്മളുടെ പ്രഭാഷണ വിഷയം തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധിയുടെ ഫലമായിട്ടാണ് നമ്മൾ വായയും മൂക്കും മൂടിക്കെട്ടിക്കൊണ്ട്, കാരണം ഡോക്ടർമാർ പറയുന്നത് എന്താ, മൂക്കും അടച്ചു കെട്ടണം, വായും അടച്ചു കെട്ടണം. നമുക്ക് ശ്വസിക്കാനും സ്വാതന്ത്ര്യമില്ല, സംസാരിക്കാനും സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ശ്വസിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല, സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ അഭിപ്രായ പ്രകടനം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ല. ഇത്തരത്തിലുള്ളൊരു അനുഭവം നമുക്കുണ്ടായത് ആദ്യമാണ്. 70 കൊല്ലത്തിന് ശേഷം ആദ്യമാണ്. ആ ഒരു ദുരന്ത സ്മരണയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് ഭരണഘടന? ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ നട്ടെല്ലാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ അസ്ഥിപഞ്ജരത്തിന് എന്ത് പ്രാധാന്യമാണോ ഉള്ളത്, അതേ പ്രാധാന്യമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ഭരണഘടനയ്ക്കുള്ളത്. നമ്മുടെ ശരീരത്തിന് ആകാര വടിവുണ്ടാക്കുന്നത്. സുഹൃത്തുക്കളെ, അല്പം സാങ്കേതിക തകരാറ് വന്നു. നെറ്റ് ഇറപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നം വന്നത്. ക്ഷമിക്കുക. നമുക്ക് ഇനിയും എപ്പോഴാണ് നിർജ്ജു പോലെന്നറിയില്ല. അതിനു മുമ്പ് കാര്യം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. പറഞ്ഞു നിർത്തിയത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നൊരു സാഹചര്യമായിരുന്നു. 1946 യുദ്ധ അവസാനം, രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളിലെല്ലാം ഒന്നൊന്നായി വിമോചന പോരാട്ടങ്ങൾ നടന്നു വരികയായിരുന്നു. അതിന് ആക്കം കൂട്ടുന്നത് ഒന്നാം ലോക മഹായുദ്ധ അവസാനത്തോടു കൂടി റഷ്യയിൽ വിപ്ലവം നടക്കുമ്പോഴാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായി, ഒരുപക്ഷെ റഷ്യൻ വിപ്ലവമാണ് ആദ്യത്തെ കോളനി വിരുദ്ധ വിമോചന പോരാട്ടം. അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായി സാർ ചക്രവർത്തി അടക്കി ഭരിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം സ്വതന്ത്രമായി. റഷ്യയിൽ നടന്ന വിപ്ലവം എന്ന് പറയുമ്പോൾ റഷ്യൻ ചക്രവർത്തിയായിരുന്ന സാർ ചക്രവർത്തി കൈവശം വച്ചിരുന്ന നിരവധി നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, കോളനി രാജ്യങ്ങളുണ്ടായിരുന്നു, യൂറോപ്പിലും ഏഷ്യയിലുമായി. അതായത് കരിങ്കടലിന് വടക്കുള്ള പ്രദേശം, കരിങ്കടലിന് വടക്കും ഏഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ അതിർത്തി വഴി, അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി വഴി, ചൈനയുടെ അതിർത്തി വഴി, മംഗോളിയ വഴി അങ്ങ് സൈബീരിയ വരെ എത്തുന്ന പ്രദേശങ്ങൾ ഏഷ്യയിലെയും യൂറോപ്പിലെയുമായിട്ട് 14ഓളം രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ 14 രാജ്യങ്ങളും 1917 സ്വാതന്ത്ര്യം നേടിയത്. അതോടുകൂടിയാണ് കോളനി വിരുദ്ധ സമരത്തിന് ആക്കം കൂടുന്നത്. നമുക്കറിയാം, 1920കളുടെ ആരംഭത്തിൽ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സ്വാതന്ത്ര്യ സമരം എന്തുകൊണ്ട് വമ്പിച്ച ബഹുജന പിന്തുണയുള്ളതായി, ബഹുജന സമ്പർക്കമുള്ളതായി തീർന്നു? എങ്ങനെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ നിരക്ഷരരായ ഗ്രാമീണര് റഷ്യൻ വിപ്ലവത്തെ കേട്ടതും അതെന്തോ ഒരു മാസ്മരിക ശക്തിയുള്ള സംഭവമായി മാറുന്നതും? അതിൻ്റെ തുടർച്ചയാണ്. ഒരുപക്ഷെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗാന്ധിജി എന്ന് പറഞ്ഞാൽ പോലും അതിശയമില്ല, പരോക്ഷമായി. ആ സമരത്തിൻ്റെ
അന്തിമഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നു. 45 യുദ്ധം അവസാനിക്കുന്നു. 45 മുതൽ ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും കോളൻ രാജ്യങ്ങളിലെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി ഇന്ത്യക്കും സ്വാതന്ത്ര്യം കൊടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർബന്ധിതമായി. ആ നിർബന്ധിതമായപ്പോഴാണ് 46-ൽ ഇന്ത്യയിലേക്ക് ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന പേരിൽ മന്ത്രിസഭയിലെ കുറേ അംഗങ്ങളെ ഇങ്ങോട്ട് അയക്കുന്നു. മന്ത്രിസഭയുടെ ഉപസമിതി എന്ന ക്യാബിനറ്റ് മിഷൻ എന്ന ക്യാബിനറ്റിൻ്റെ പേരിൽ അവർ നിർദ്ദേശിച്ചതാണ് പിന്നീട് 47-ലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിട്ട് വരുന്നത്. 1947 ജൂൺ മാസത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു ബിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പേര് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. പാർലമെൻറ്റ് ചർച്ച ചെയ്തു. അധികമൊന്നും ചർച്ച നീണ്ടില്ല. ഏറ്റവും വേഗത്തിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അതനുസരിച്ച് 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടൻ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളെ രണ്ടായി വിഭജിക്കുകയും 2 ഡൊമിനിയനുകൾ ഉണ്ടാക്കുകയും ചെയ്യും, ഇന്ത്യ എന്നും പാകിസ്ഥാനും. ബ്രിട്ടൻ ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് വിഭജിക്കാൻ പറ്റുന്നത്. മദ്രാസ്, ബംഗാള്, ബോംബെ, പഞ്ചാബ്, UP എന്ന് പറയുന്ന ഐക്യ സംസ്ഥാന, യുണൈറ്റഡ് പ്രോവിൻസ്, സെൻട്രൽ പ്രോവിൻസ് തുടങ്ങിയ 11 പ്രവിശ്യകളാണ് അന്ന് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നത്, ബ്രിട്ടീഷ് പ്രവിശ്യകൾ. ആ ബ്രിട്ടീഷ് പ്രവിശ്യകളെ രണ്ടായിട്ട് വിഭജിക്കും. പഞ്ചാബിനെ 2ആക്കും, ബംഗാളിനെ 2ആക്കും. അങ്ങനെ 2ആക്കി തീർക്കുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ പേരായിരിക്കും പാകിസ്ഥാൻ. അവർക്ക് അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ്, പുത്രികാരാജ്യ പദവി. ഇത് നിയമമാണ്, ഭരണഘടനയിലുള്ളതാണ്. സംശയമുള്ളവർ, നിങ്ങൾ യുവാക്കളാണ് കൂടുതലും കേൾക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ നിയമം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നിയമത്തിൻ്റെ വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വായിക്കേണ്ടതാണ്. അതിൽ 2 പദവികൾ, 2 ഡൊമിനിയനുകളെന്ന് പറയുന്നുണ്ട്. ഈ 2 ഡൊമിനിയനുകളും 47 ഓഗസ്റ്റ് 15-ന് നിലവിൽ വരും. ബ്രിട്ടൻ ഇന്ത്യയിൽ വന്ന് കുറേ ഭൂപ്രദേശങ്ങൾ നേരിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭരിക്കാൻ തുടങ്ങിയതോടൊപ്പം തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഇന്ത്യയിലെ രാജാക്കന്മാർ ഭരിച്ചിരുന്നത്. അത് സിഖ് രാജാക്കന്മാരുണ്ട്, മുസ്ലിം രാജാക്കന്മാരുണ്ട്, ഹിന്ദു രാജാക്കന്മാരുണ്ട്. ആ നാട്ടുരാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നു. ആ ഉടമ്പടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1795 അല്ലെങ്കിൽ 1800 ആണ്ടൊക്കെ നിലവിൽ വരുന്ന സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയോ നയോപായങ്ങളിലൂടെയോ നയതന്ത്ര വിദ്യകളിലൂടെയോ ബ്രിട്ടൻ്റെ സാമന്ത പദവിയിലേക്ക് കൊണ്ടുവന്നു, സാമന്ത രാജ്യങ്ങളാക്കി. 600 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, മൈസൂർ, ഹൈദരാബാദ്, അങ്ങനെ 100 കണക്കിന് രാജ്യങ്ങൾ, 600 നാട്ടുരാജ്യങ്ങൾ. ബ്രിട്ടനുമായിട്ടുള്ള ഈ കരാറുകൾ, ഈ നാട്ടുരാജ്യങ്ങൾ, ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുന്നതോടുകൂടി, ഇന്ത്യയിൽ അതിർത്തി കടന്ന് സമുദ്രം കടന്ന് ബ്രിട്ടൻ്റെ അധികാരികൾ ഇവിടുന്ന് പിൻവാങ്ങുന്നതോടുകൂടി, അധികാര കൈമാറ്റം നടക്കുന്നതോടുകൂടി ഈ 600 നാട്ടുരാജ്യങ്ങളും സ്വതന്ത്രമാകും. ബ്രിട്ടനുമായിട്ട് സൈനിക സഹായ ഉടമ്പടി ഒപ്പുവച്ച അന്നത്തെ തീയതിക്ക് തലേന്നത്തെ ജനുവരി മാസം 1-ാം തീയതിയാണ് കരാർ ഒപ്പിട്ട് ബ്രിട്ടൻ്റെ സാമന്ത പദവിയിലേക്ക് രാജ്യം പ്രവേശിച്ചത് എങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ഡിസംബർ 31-ാം തീയതി രാജ്യത്തിൻ്റെ പദവി എന്തായിരുന്നു? പരമതന്ത്ര സ്വതന്ത്രമായിരുന്നു. പരമാധികാര സ്വതന്ത്ര രാഷ്ട്രങ്ങളായിരുന്നു ഈ 600 എണ്ണവും. ഈ 600 എണ്ണവും പരമാധികാര സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ പദവിയിലേക്ക് തിരിച്ചു പോകും. ആ പരമാധികാര സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ 2 ഓപ്ഷൻസ്, 2 അവസരങ്ങളുണ്ട്. ഒന്നുകിൽ സ്വതന്ത്രമായി നിൽക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലോ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കാം. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കാമെന്നുള്ളത് ഓപ്ഷനാണ്, അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി.
സ്വതന്ത്രമായി നിൽക്കാൻ അവർക്ക് അധികാരമുണ്ട്. കാരണം എന്താ, ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാജ്യങ്ങൾക്ക് എന്ത് പദവിയാണോ ഉണ്ടായിരുന്നത് ആ പദവി തിരിച്ചു കിട്ടുന്നു. നിയമസഭയുണ്ട്, നിയമം ഉണ്ടാക്കാം, മഹാരാജാവ് അധികാരത്തിൽ വരും, അങ്ങേർക്ക് അധികാരത്തിനുള്ള അവകാശം കിട്ടുന്നത് മകൻ എന്നുള്ള നിലയ്ക്ക്, അച്ഛൻ ചത്താൽ മകൻ അല്ലെങ്കിൽ അനന്തരവൻ, അങ്ങനെ ആയിരിക്കാം, മകൾ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അധികാരവർഗമായിരിക്കാം, അങ്ങനെ അധികാരത്തിൽ വരാൻ കിട്ടും. ഇതായിരുന്നു 47-ൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുമ്പോഴുണ്ടായ അവസ്ഥ. ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി കിട്ടും എന്ന് വെച്ചാൽ അർത്ഥം ബ്രിട്ടന്റെ ഭാഗമായി തുടരും നിയമപരമായി. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ബ്രിട്ടീഷ് രാജ്ഞിയായിരിക്കും. ആ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധിയായി ഒരാളെ ഇന്ത്യയിൽ നിയമിക്കും. അയാളായിരിക്കും ഇന്ത്യൻ ഭരണത്തിന്റെ തലവൻ. അതാണ് ഗവർണർ ജനറൽ. 47 മുതൽ, നമുക്ക് അധികാരം കൈമാറി കിട്ടിയ 47 ഓഗസ്റ്റ് 15 മുതൽ 50 ജനുവരി മാസം 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതുവരെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ആയിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിപുരുഷനുമായിരുന്നു, റെപ്രസെന്റേറ്റീവായിരുന്നു. ഗവർണർ ജനറലായി തുടരും. ഇന്ത്യക്ക് പരമാധികാരം ലഭ്യമാകണമെങ്കിൽ സ്വാതന്ത്ര്യം മാത്രം കിട്ടിയാൽ പോരാ, ഇൻഡിപെൻഡൻസ് മാത്രം പോരാ, സോവർണിറ്റി വേണം, പരമാധികാരം വേണം, അതിലേക്ക് ഭരണഘടന ഉണ്ടാവണം. അങ്ങനെയാണ് 1946 ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. അത് നിലവിൽ വരുന്നത് 1946 ഡിസംബറിൽ. 45 തന്നെ, യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ഈ 11 പ്രവിശ്യകളിലും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 935, അതായത് ഈ 947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നത് 935 പാസ്സാക്കിയിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഭേദഗതിയാണ്. ആ 35 ആക്ട് നിലവിലിരിപ്പുണ്ട്. ആ ആക്ട് അനുസരിച്ച് 45 തെരഞ്ഞെടുപ്പ് നടന്നു കേന്ദ്ര പാർലമെന്റിലേക്ക്. അന്ന് കേന്ദ്ര പാർലമെന്റിന് 2 മണ്ഡലങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, മറ്റേത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഇന്നത്തെ ലോകസഭയും രാജ്യസഭയും. ആ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് തന്നെയാണ് ഇന്നത്തെ പേര് ഇപ്പോഴും. ആ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് രാജ്യസഭ എന്ന് കൊടുത്തിരിക്കുന്നത്. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഇപ്പോഴത്തെ പേര്, ലോക്സഭ. പണ്ട് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്നായിരുന്നു. അതിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുക്കപ്പെട്ട സമിതി നിലവിലുണ്ട്. ആ സമിതിയെ തന്നെ, അഥവാ ആ പാർലമെന്റിനെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയായി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നു. ആ ഭരണഘടനാ നിർമ്മാണ സമിതി ഔപചാരികമായി നിലവിൽ വരുന്നത് 46 ഡിസംബറിൽ. 46 ഡിസംബർ മുതൽ 49 നവംബർ വരെയുള്ള മാസങ്ങളിലാണ്, കൃത്യമായി പറഞ്ഞാൽ 2 വർഷവും 11 മാസവും 17 ദിവസവും ആണ് ഭരണഘടനാ നിർമ്മാണ സമിതി പ്രവർത്തിച്ചത്. 2 കൊല്ലം 11 മാസം 17 ദിവസം. ഈ ദിവസങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള യജ്ഞം നടക്കുമ്പോൾ തന്നെ 46-ൽ 47 സ്വാതന്ത്ര്യം കിട്ടുന്നു. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുന്നു. അവർ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാകുന്നു. അധികാരം കൈമാറുന്നു. ഗവർണർ ജനറൽ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പതാക താഴ്ത്തി ത്രിവർണ പതാക ഉയർത്തുന്നു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാനുള്ള സംരംഭം തുടങ്ങുന്നു. അതിലേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ പുതിയ വകുപ്പുണ്ടാക്കുന്നു. അതാണ് നാട്ടുരാജ്യ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ്. പ്രിൻസിലി സ്റ്റേറ്റിന് വേണ്ടി, നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പുണ്ടാക്കി, നാട്ടുരാജ്യ വകുപ്പ്. അത് ഉപപ്രധാനമന്ത്രിയായിരുന്ന വല്ലഭായ് പട്ടേലിനാണ് കിട്ടിയത്. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു മലയാളിയായ വാപ്പാല പങ്കുണ്ണി മേനോൻ, VP മേനോൻ. ഈ ട്രാൻസ്ഫർ ഓഫ് പവർ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ചർച്ചയ്ക്ക് വന്നൊരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അവകാശികൾ പറഞ്ഞൊരു കഥ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. VP മേനോൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ട്രാൻസ്ഫർ ഓഫ് പവർ, അധികാര കൈമാറ്റം. ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ലയിപ്പിക്കുന്നൊരു ലയന പദ്ധതി
പട്ടേൽ തയ്യാറാക്കി. അതിൻ്റെ പേരാണ് പട്ടേൽ സ്കീം. അതനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 11 പ്രവിശ്യകളുണ്ടെന്ന്, ആ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കകത്ത് കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ അതാത് പ്രവിശ്യകളോടങ്ങ് ചേർത്തു. ജോഗ്രഫിക്കലി കണ്ടിഗ്വസ് എന്ന് പറയും. ഇപ്പോൾ മദിരാശി പ്രവിശ്യ, ആ മദിരാശി പ്രവിശ്യയ്ക്ക് അകത്ത് കിടക്കുന്ന ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നു പുതുക്കോട്ട. പുതുക്കോട്ട രാജാവാണ് ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കരാർ ഒപ്പുവെച്ച് സാമന്ത പദവിയിലാണ്. ആ സാമന്ത പദവിക്കാരന് 47 ഓഗസ്റ്റ് 15 കഴിഞ്ഞപ്പോഴേക്കും പരമാധികാര രാഷ്ട്രമായി. അയാൾക്ക് സ്വതന്ത്രമായി നിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം. അയാൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ നാട്ടുരാജ്യത്തിൻ്റെ പദവി എന്താ? മദിരാശി പ്രവിശ്യയോട് ചേർത്തു. അപ്പം ജോഗ്രഫിക്കലി കണ്ടിഗ്വസ് ആയിട്ടുള്ള പ്രവിശ്യകളെ അതാത് ബ്രിട്ടീഷ് പ്രവിശ്യകൾ ലയിപ്പിച്ചു, പാർട്ട് എ സ്റ്റേറ്റാക്കി. അങ്ങനെ അല്ലാത്ത അത്തരത്തിൽ അങ്ങനെ ചേർക്കാൻ പ്രയാസമുള്ളതും ഭാഷാപരമായിട്ടും സാംസ്കാരികമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും പ്രത്യേകതയുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഐക്യ സംസ്ഥാനങ്ങളാക്കി, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അങ്ങനെ 5 ഐക്യ സംസ്ഥാനങ്ങളാണ് ഉണ്ടായത്. അതായത് 47 ഓഗസ്റ്റ് 15 ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോയപ്പോൾ സ്വതന്ത്രമായി തീർന്ന നാട്ടുരാജ്യങ്ങളെ അവയുടെ ഭാഷ, സംസ്കാരം, ഭൂമിശാസ്ത്രമായ ഒരുമ, ഈ 3 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഐക്യ സംസ്ഥാനങ്ങളാക്കി. അങ്ങനെ 5 ഐക്യ സംസ്ഥാനങ്ങളാണ് ഉണ്ടായത്. ഒന്ന് പെപ്സു, പാട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ് സ്റ്റേറ്റ്സ് യൂണിയൻ. പഞ്ചാബിനകത്ത് നാട്ടുരാജ്യങ്ങളെ ചേർന്ന് പഞ്ചാബ് ഉണ്ടാക്കി. പാട്യാല മഹാരാജന്റെ വികൃതികളെക്കുറിച്ച് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ ഡൊമിനിക് ലാപ്പിയറും ലോറി കോളിൻസും പറയുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മട്ടുപ്പാവിലെ വർഷത്തിലൊരു ദിവസം മട്ടുപ്പാവിൽ എണീറ്റുന്ന അദ്ദേഹം നാട്ടുകാർക്ക് കണി കൊടുക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ വായിച്ചു നോക്കുക. രണ്ടാമത്തെ സൗരാഷ്ട്ര സ്റ്റേറ്റ്സ് യൂണിയൻ, 200 ചില നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. സൗരാഷ്ട്ര സ്റ്റേറ്റ്സ് യൂണിയൻ. മൂന്നാമത്തെ രാജസ്ഥാൻ സ്റ്റേറ്റ്സ് യൂണിയൻ. നാലാമത്തെ മധ്യഭാരത്. അഞ്ചാമത്തത് തിരുക്കൊച്ചി, ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്സ് യൂണിയൻ. ഈ 5 നാട്ടുരാജ്യങ്ങൾ നിലവിൽ വരുന്നു. യൂണിയൻ ഐക്യ സംസ്ഥാനങ്ങൾ വരുന്നു. അതിലോരോന്നിലും ഏറ്റവും പ്രമുഖനായ ഒരു നാട്ടുരാജാവിനെ രാജപ്രമുഖൻ എന്ന പേരിൽ, ഇന്നത്തെ ഗവർണർക്ക് തുല്യമായ പദവിയിൽ രാജപ്രമുഖൻ എന്ന പേരിൽ അവരോധിക്കുന്നു. അവിടെ നിയമസഭകൾ നിലവിൽ വരുന്നു. തെരഞ്ഞെടുപ്പിലൂടെ ഭരണം കൈമാറുന്നു. അങ്ങനെ ഒരു സംവിധാനം. അങ്ങനെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. പ്രശ്ന സംസ്ഥാനങ്ങളായി 3 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹൈദരാബാദ്, മറ്റേത് ജുനാഗഡ്, മൂന്നാമത്തത് കശ്മീർ, ജമ്മു കശ്മീർ. ഹൈദരാബാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. ഏറ്റവും സമ്പന്നനായ നൈസാമാണ് കോടീശ്വരനാണ് അവിടുത്തെ രാജാവ്, സുൽത്താൻ നൈസാമ ഹൈദരാബാദ്. അദ്ദേഹത്തിൻ്റെ നിലപാട് സ്വതന്ത്രമായി നിൽക്കുക, പാകിസ്ഥാനുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കുക. പക്ഷേ ഹൈദരാബാദ് സംസ്ഥാനത്തിനകത്ത് ഇന്ത്യയിലെ മറ്റെല്ലാ നാട്ടുരാജ്യങ്ങൾക്കകത്തും നടന്നതുപോലെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, തിരുവിതാംകൂറിലെ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണമെന്ന് സർ CPക്കും അന്നത്തെ മഹാരാജാവിനും ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം. ആ വാദത്തെ എങ്ങനെയാണ് തോൽപ്പിച്ചത്? നമ്മൾ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമരം ചെയ്തിട്ടാണ്. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പ്രവർത്തിച്ചിരുന്നത്. സ്വതന്ത്രമായ പാർട്ടിയായിട്ട് നിന്നിരുന്നുവെങ്കിലും പ്രവർത്തകരെല്ലാം തന്നെ സ്റ്റേറ്റ് കോൺഗ്രസിനകത്തും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അടിച്ചമർത്തൽ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം നാടുവിട്ടുപോയി, സ്ഥാനത്യാഗം ചെയ്യുകയും മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറാണെന്ന് ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ സമ്മതിച്ചു. 47 ഇന്ത്യൻ യൂണിയനിൽ അദ്ദേഹം ലയിച്ചു. ആ ലയിച്ച നാട്ടുരാജ്യത്തെയാണ് കൊച്ചി രാജ്യം കൂടി ചേർത്തുകൊണ്ട് 1949 ജൂലൈ 1 തിരുക്കൊച്ചി ഐക്യ സംസ്ഥാനം കൊണ്ടുവന്നത്. അപ്പോൾ 47 മുമ്പ് അതൊക്കെ സംഭവിച്ചു. 47 മുമ്പ് സംഭവിക്കാതിരുന്ന 3 രാജ്യങ്ങളാണ്. അതാണ് ഹൈദരാബാദ്. തിരുവിതാംകൂറിനകത്ത് ഉത്തരവാദ ഭരണവും പിന്നെ
സ്വാതന്ത്ര്യ സമരവും നടക്കുന്നവരാണ് ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. ഹൈദരാബാദിൻ്റെ ഒരു ഭാഗമായ തെലങ്കാനയിൽ കർഷക സമരം നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭൂസ്വാമിമാരുടെ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ പാട്ടക്കുടിയാന്മാർക്കും കർഷകർക്കും വിതരണം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കലാപങ്ങളുണ്ടായി, ആഭ്യന്തര യുദ്ധം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്യുകയും നൈസാവിനെ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരെയും തോൽപ്പിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നത് ഹൈദരാബാദ്. അതിനാണ് ഹൈദരാബാദ് പോലീസ് ആക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു സംസ്ഥാനമായിരുന്നു ജുനാഗഡ്, ഇന്നത്തെ ഗുജറാത്തിനകത്ത് കിടക്കുന്നൊരു പ്രദേശം. പക്ഷേ ജുനാഗഡ് ഭരിക്കുന്നത് ഒരു സുൽത്താനാണ്. അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ ലയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ജുനാഗഡിനകത്തും നാട്ടുരാജ്യങ്ങൾ ജനങ്ങൾ സമരം ചെയ്യുകയാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ സമരത്തിൻ്റെ മൂർധന്യത്തിൽ രാജാവ് അത് സമ്മതിക്കുന്നില്ല. ഇന്ത്യൻ പട്ടാളം അങ്ങോട്ട് നീങ്ങുന്നു. ജുനാഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നു. മൂന്നാമത്തത് കാശ്മീർ, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിൽ 1930 തൊട്ട് തന്നെ അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. 1932 തിരുവിതാംകൂറിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വന്നതുപോലെ 1930 മധ്യത്തിലാണ് നാഷണൽ കോൺഫറൻസ് കാശ്മീരിൽ വരുന്നത്, ജമ്മു കാശ്മീരിൽ. അതിൻ്റെ നേതാവായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. നാഷണൽ കോൺഫറൻസിൻ്റെ താല്പര്യം സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണം, കാശ്മീരിന് സ്വതന്ത്ര പദവി വേണം എന്നുള്ളതായിരുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട്, സാംസ്കാരികമായ പ്രത്യേകതയുണ്ട്, ഭാഷാപരമായ പ്രത്യേകതയുണ്ട്. ഈ 3 കാരണങ്ങളാൽ കാശ്മീരിന് സ്വതന്ത്ര പദവി വേണം എന്നായിരുന്നു രാജാവിൻ്റെയും ആഗ്രഹം, ഷെയ്ഖ് അബ്ദുള്ള അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസിൻ്റെയും ആഗ്രഹം. രാജാവ് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ലയിക്കാൻ തയ്യാറായില്ല. അങ്ങനെ തയ്യാറാവാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് തൊട്ടപ്പുറത്തെ പാകിസ്ഥാനിൽ നിന്നും കാശ്മീരിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. 48 വടക്ക് പടിഞ്ഞാറൻ ഗോത്രവർഗക്കാരായ പത്താൻ റൈഡേഴ്സ് കലാപകാരിൽ കടന്നു വരുന്നു. കാശ്മീരിൻ്റെ കുറേ ഭാഗങ്ങൾ കീഴടക്കുന്നു. അപ്പോൾ കാശ്മീർ മഹാരാജാവ് ഹരിസിംഗ് ബഹദൂർ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അഭയം അർത്ഥിക്കുന്നു, അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ് സാധ്യമല്ല, കാരണം നിങ്ങളിപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുകയാണ്. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാമെന്നോ ഇന്ത്യയുമായിട്ട് ലയിക്കാമെന്ന് കരാറുണ്ടാക്കുകയോ ചെയ്യാതെ നമ്മുടെ സൈന്യത്തെ അയച്ചു തരാൻ പറ്റില്ല. കാരണം വേറൊരു രാജ്യത്തിലേക്ക് സൈന്യത്തെ അയക്കുന്നത് ആക്രമണമാണ്. വാർ എന്ന അന്താരാഷ്ട്ര നിയമത്തിൽ യുദ്ധം എന്ന് പറയുന്ന ആ പട്ടികയിൽ വരും. അതിപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. അവസാനം രാജാവ് പറഞ്ഞു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാം. അങ്ങനെ ലയന കരാർ ഒപ്പിടാനായിട്ട് VP മേനോൻ അവിടെ ചെന്നു. അത് കരാർ ഒപ്പിട്ടു. അങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം ആകാശമാർഗേണ വിമാനമാർഗത്തിൽ പാരാട്രൂപ്പേഴ്സ് ശ്രീനഗർ വിമാനത്താവളത്തിൽ ഇറങ്ങി പാകിസ്ഥാനുമായിട്ടുള്ള 1ാമത്തെ യുദ്ധം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചു. അപ്പോഴാണ് ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് 47 മുതൽ 49, 48 വരെയുള്ള കാലം കൊണ്ട് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചിരുന്നു. ഈ രാജ്യങ്ങൾക്കുൾപ്പെടെ വേണം ഭരണഘടന ഉണ്ടാവാൻ. ബ്രിട്ടീഷുകാർ വിട്ടേച്ചു പോയ 11 പ്രവിശ്യകളിൽ മാത്രമല്ല 600ഓളം വരുന്ന 500, കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് വന്ന 555 നാട്ടുരാജ്യങ്ങളാണ്. ഈ 555 നാട്ടുരാജ്യങ്ങളും യൂണിയൻ ഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ട് വേണം ഭരണഘടന ഉണ്ടാക്കാൻ. ആ ഒരു ദൗത്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റ്, അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് തയ്യാറാക്കാനുണ്ടായിരുന്നത്. എന്തു വ്യത്യസ്തമായൊരു ഭൂവിഭാഗമാണ് ഇന്ത്യ എന്ന് നോക്കണം. വ്യത്യസ്തങ്ങളായ ഭാഷകൾ. ഭരണഘടന അംഗീകരിക്കുന്ന ഭാഷ ഇന്നിപ്പോൾ 22 ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ 2000-ലേറെ ഭാഷകളുണ്ട്, 4000-ഓളം ജാതികളുണ്ട്. ഇന്ത്യയിൽ 4000-ഓളം ജാതികളുണ്ട്. അത് സവർണ, അവർണ ജാതി, വനവാസി, ആദിവാസി എന്നൊക്കെ പറഞ്ഞ ജനങ്ങളുണ്ട്. അവരുടെ എല്ലാം ജീവിത രീതിയും ആചാര മര്യാദകളും വ്യത്യസ്തമാണ്. ബോംബെയിലെയോ ഡൽഹിയിലെയോ കൽക്കട്ടയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലോ താമസിക്കുന്ന ജനങ്ങളുടെ വസ്ത്ര രീതിയോ ഭക്ഷണ രീതിയോ ഒന്നുമല്ല
അഗസ്ത്യമലയിൽ താമസിക്കുന്നവരുടെ, വയനാട്ടിൽ താമസിക്കുന്നവരുടെ, ഇന്നലെ ഉരുൾപൊട്ടിയ രാജമലയിൽ താമസിക്കുന്നവരുടെ ജീവിതം, വസ്ത്രം, ഭാഷ, ആഹാരം, സംസ്കാരം വ്യത്യസ്തമാണ്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നൊരു ഭരണഘടന വേണം നമ്മൾ ഇട്ടുണ്ടാക്കാൻ. ആ ഒരു മഹത്തായ ബൃഹത്തായ ഒരു ഭാരമേറിയ ദൗത്യമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് നിർവഹിക്കാനുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്ത്യയെ കണ്ടെത്തിയ ജവഹർലാൽ നെഹ്റു എഴുതി തയ്യാറാക്കിയ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ലക്ഷ്യപ്രഖ്യാപന രേഖ 46 ഡിസംബറിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. പണി തുടങ്ങുന്നേ ഉള്ളൂ, ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ യൂത്ത് വെൽഫെയർ ബോർഡായിരുന്നാലും യുവജന സംഘടനകൾ, വ്യത്യസ്തങ്ങളായ യുവജന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ വ്യത്യസ്തങ്ങളായ യുവജന സംഘടനകൾക്ക് ഓരോ ബൈലോ ഉണ്ട്. ആ ബൈലോ എഴുതി തയ്യാറാക്കിയത് എങ്ങനെയാണ്? ഇന്നിപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഭാരവാഹികൾ അറിയില്ലായിരിക്കും. ആദ്യകാലത്ത് ആ ബൈലോ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കണം യുവാക്കളുടെ കടമകൾ, എന്തായിരിക്കണം യുവാക്കളുടെ അവകാശങ്ങൾ, എങ്ങനെയായിരിക്കണം യുവാക്കളുടെ സംഘടന പ്രവർത്തിക്കേണ്ടത് എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കണിപ്പോട് കമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടാവാം, വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, എഴുതിയുണ്ടാക്കിയ ബൈലോയിലെ പല വാചകങ്ങളും അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ടാവാം, ഒരു വാചകത്തിൻ്റെയോ വാക്കിൻ്റെയോ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ തർക്കിച്ച് അരിഞ്ഞ് വീഴ്ത്തി പട്ടം ചെത്തി മിനുക്കിയ രത്നക്കല്ല് പോലെയാണ് നിങ്ങൾ യുവാക്കളുടെ ഓരോ സംഘടനയുടെയും ബൈല ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിലും, ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലും ഇന്ത്യൻ ഭരണഘടനയുടെ കരട് അവതരിപ്പിച്ചത്. എന്തായിരിക്കണം ഭാവി ഭാരതത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കർത്തവ്യങ്ങൾ, എന്തായിരിക്കണം ഭാരതത്തിലെ പൗരന്മാരുടെ അവകാശങ്ങൾ? ഇത് 2 കാര്യങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. അതിലേക്കൊരു ലക്ഷ്യപ്രഖ്യാപന രേഖയാണ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഹ്റു അവതരിപ്പിച്ചത്. നെഹ്റുവിൻ്റെ മുമ്പിൽ ഒരു ഇന്ത്യ എന്നൊരു സങ്കല്പമുണ്ടായിരുന്നു, ഇന്ത്യ എന്നൊരു വിസ്മയമുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന നാനാജാതി മതസ്ഥരുടെ ആവാസ കേന്ദ്രമാണെന്ന തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 1940-കളിൽ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത്. ഇന്ത്യയെ കണ്ടെത്തലെന്നാണ്, പുതുതായിട്ട് ഇൻവെൻറ്റ് ചെയ്യുകയല്ല, പുതുതായിട്ടൊന്നും ഉണ്ടാക്കുകയല്ല. ഡിസ്കവർ, പൊതിഞ്ഞു വച്ചിരിക്കുന്നതിനെ, കവർ ചെയ്ത് വച്ചിരിക്കുന്നതിനെ ഡിസ്കവർ ചെയ്യുകയാണ്, അത് അനാവരണം ചെയ്യുകയാണ്. അനാവരണം ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. വിസ്തരഭേദത്തെ ഞാനിവിടെ പ്രതിപാദിക്കും, എന്നാലും ഒരു സൂചന നൽകാം. എന്തായിരുന്നു 1940-കളിൽ ഇന്ത്യയിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നടന്നു വന്നിരുന്നൊരു ചർച്ച? അത് ദേശീയത എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. 2 ദേശീയതകളുണ്ടെന്നായിരുന്നു ഒന്ന് വാദം. ആ 2 ദേശീയതകളും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ഹിന്ദു ദേശീയത, മറ്റൊന്ന് മുസ്ലിം ദേശീയത. ഹിന്ദു ദേശീയതക്കാർ, ഹിന്ദു മഹാസഭയും RSSും പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, പിതൃഭൂമിയും പുണ്യഭൂമിയുമാണ്. 1923-ൽ VD സാവർക്കർ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, ഒരു ലഘുലേഖയുണ്ട്. അതിൻ്റെ പേരാണ് വാട്ട് ഈസ് ഹിന്ദു, ഹു ഈസ് എ ഹിന്ദു, വാട്ട് ഈസ് ഹിന്ദുത്വ എന്നുള്ളത്. ഹിന്ദു മതത്തിനകത്ത് അല്ലെങ്കിൽ ഹിന്ദു മതത്തിനപ്പുറത്ത് ഹിന്ദുത്വം എന്നൊരു പദപ്രയോഗം ആദ്യം ഉണ്ടായിരിക്കുന്നത് സാവർക്കറാണ്. ഹിന്ദുത്വം അത് മതവിശ്വാസമല്ല, അത് രാഷ്ട്രതന്ത്രമാണ്, അത് പോളിറ്റിക്സ് ആണ്. സോഷ്യലിസം പോലെയോ ഡെമോക്രസി പോലെയോ ഒക്കെ ഉള്ളൊരു രാഷ്ട്രതന്ത്രമാണ്, രാഷ്ട്രപരിപ്രേക്ഷ്യമാണ് ഹിന്ദുത്വം. അത് 1923-ലാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ രാജ്യമാവണം, ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും, കാന്ധാരം മുതൽ കാംബോജം വരെയും ഉള്ള ഭാരതഖണ്ഡത്തെ പുണ്യഭൂമിയായും പിതൃഭൂമിയായും അംഗീകരിക്കുന്നവനാണ് ഹിന്ദു എന്നാണ് നിർവചനം. അത് നടപ്പിലാക്കാനായിട്ട് 1925-ൽ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഇവർ 2 കൂട്ടരും ആവശ്യപ്പെടുന്നത് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം. ഇന്ത്യയെ പിതൃഭൂമിയായോ പുണ്യഭൂമിയായോ കണക്കാക്കാൻ കഴിയാത്ത മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അവകാശമില്ല. സ്വാഭാവികമായിട്ടും അവരൊരു നയമുണ്ടാക്കി ലക്ഷ്യപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യക്കകത്ത് താമസിക്കാൻ അവകാശമില്ല നിലപാട് അവരെടുത്തു. മറുവശത്തോ മുസ്ലിങ്ങൾ ഒരു ഭാഗം ഈ നിലപാടെടുത്തു. ഇന്ത്യയിൽ മുസ്ലിങ്ങളുണ്ട്, നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ കുറേ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അവർക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണം, ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്കൊരു സ്വതന്ത്ര രാഷ്ട്രം വേണം. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് മുസ്ലിം ദേശീയതയാണ്, ഹിന്ദു ദേശീയതയാണ്. അപ്പോൾ ദേശീയതയ്ക്ക് വ്യത്യസ്തങ്ങളായി മതാടിസ്ഥാനത്ത് നിർവചനം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയെ വിഭജിക്കേണ്ടി വന്നത്. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു.
അതൊഴിവാക്കണം എന്നായിരുന്നു നെഹ്റുവിൻ്റെ അഭിപ്രായം. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം വിഭജനത്തിനെതിരായിരുന്നു. പക്ഷേ രാഷ്ട്രീയ തീരുമാനത്തിന് വേണ്ടി നടപ്പിലാക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത്. ഇന്ത്യ ഒരിക്കലും മതാടിസ്ഥാനത്തിലല്ല ജീവിച്ചിരുന്നത്. മതാടിസ്ഥാനത്തിലല്ല ജനങ്ങൾ ഗ്രാമങ്ങളിൽ കഴിഞ്ഞിരുന്നത്, നഗരങ്ങളിൽ കഴിഞ്ഞിരുന്നത്. ഹിന്ദു മഹാരാജാക്കന്മാരാണെങ്കിൽ പോലും അവരുടെ ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന മുസ്ലിം സെമീന്ദാർമാർ, മുസ്ലിം ജന്മിമാരുണ്ടായിരുന്നു. മുസ്ലിം ഭരണാധികാരികളാണെങ്കിൽ അവിടെ ഹിന്ദു സെമീന്ദാർമാരും ഹിന്ദു പാട്ടക്കുടിയാന്മാരും ഉണ്ട്. അവരാരും തന്നെ തങ്ങളുടെ മേലധികാരികളെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ആയിരുന്നില്ല കരുതിയിരുന്നത്. അവർ ഇന്ത്യ എന്ന ഭൂഭാഗത്ത് ജീവിക്കുകയായിരുന്നു. അതാണ് നെഹ്റുവിൻ്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിൻ്റെ വിശദീകരണമാണ്. ആ കണ്ടെത്തലിനെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ആ കണ്ടെത്തലിനെ കാച്ചി കുറുക്കി ഉരുട്ടിയെടുത്ത ഔഷധ ഗുളികയാണ് പ്രിയാമ്പിൾ. അതാണ് ലക്ഷ്യപ്രഖ്യാപന രേഖയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ചെത്തി മിനുക്കി 1950 നിലവിൽ വന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കുന്നത്. ആദ്യം തന്നെ ഈ ഭരണഘടനാ നിർമ്മാണത്തിന് വേണ്ടി നിരവധി സമിതികൾ ഉണ്ടാക്കി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന് കമ്മിറ്റി ഉണ്ടാക്കി, സ്റ്റേറ്റുകൾക്ക് സംസ്ഥാനങ്ങളുടെ പദവി എത്താൻ കമ്മിറ്റി ഉണ്ടാക്കി, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കമ്മിറ്റി ഉണ്ടാക്കി. ഇത്തരത്തിൽ വ്യത്യസ്തമായ കമ്മിറ്റികൾ ഉണ്ടാക്കി. ഇതിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അംബേദ്കർ. നിയമവകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷേ നമ്മളിത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെല്ലാം പറയുന്നത് ഭരണഘടനാ ശില്പി എന്നാണ് അംബേദ്കറെ കുറിച്ച്. ആ ഭരണഘടനാ ശില്പി എന്നൊരു പരിവേഷം അദ്ദേഹത്തിന് കൊടുത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അംബേദ്കറുടെ മഹത്വം ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. രണ്ട് കാര്യങ്ങളിൽ അംബേദ്കറെ വീണ്ടും ഒരു വിലയിരുത്തലിന് വിധേയമാക്കണം എന്നാണ് ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. രണ്ട് കാര്യങ്ങൾ നമ്മളേറെ ശ്രദ്ധിക്കപ്പെടാതെ പോയ, നമ്മളേറെ മനസ്സിലാക്കാതെ പോയ രണ്ട് വശങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന്, പാണ്ഡിത്യത്തിന്. ഒന്ന്, അദ്ദേഹം ഒരു ഒന്നാം തരം സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ആ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്തായിരുന്നു അദ്ദേഹം എന്നുള്ള അറിയണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ മതി. റിസർവ് ബാങ്കിൻ്റെ രൂപീകരണത്തിന് ആവശ്യമായ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് 1930കളിലാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അംബേദ്കർ ആയിരുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ സമൂഹത്തെ ഇത്രയും സമഗ്രമായി പഠിച്ച മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ഇന്ത്യയുടെ പ്രാചീന സമൂഹത്തെക്കുറിച്ച് ഇത്രയും കൃത്യമായി പഠിച്ച മറ്റൊരു പണ്ഡിതനുണ്ടോ ആധുനിക ഇന്ത്യയിൽ? ഒന്നാം തരം സോഷ്യോളജിസ്റ്റാണ്, സാമൂഹിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ആ സാമൂഹിക ശാസ്ത്രജ്ഞനായതുകൊണ്ടാണ് അദ്ദേഹം 1936 അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നൊരു ലഘുലേഖ എഴുതിയത്. 102 പേജോ മറ്റേതിനുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു മഹാപണ്ഡിതൻ, സോഷ്യോളജിസ്റ്റാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതൊക്കെ ഈ ഡ്രാഫ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളറിയുന്നത് അദ്ദേഹം ഭരണഘടനാ ശില്പി, ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു എന്നാണ്. ആനുഷംഗികമായി പറയട്ടെ, 1955 അദ്ദേഹം രാജ്യസഭാ അംഗമായിരിക്കുന്ന 55-ലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 54 രാജ്യസഭാ അംഗമായിരിക്കുമ്പോൾ അദ്ദേഹം അന്ന് രാജ്യസഭയിൽ അദ്ദേഹം കരഞ്ഞു എന്ന് കണ്ണീരൊലിപ്പിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ വിലപിച്ചു എന്ന് പറയുമല്ലോ. താൻ ചെയ്തു വത്ത ഒരു ഭരണഘടനയ്ക്ക് ഇങ്ങനത്തെ ഒരു വിപര്യം സംഭവിച്ചുവല്ലോ എന്ന് അദ്ദേഹം വിലപിക്കുന്നു. 51 തെരഞ്ഞെടുപ്പിൽ, 51-52 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹം അതിനു മുമ്പ് ബംഗാളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് വന്നത്. അദ്ദേഹം മത്സരിച്ചുവെങ്കിലും തോൽപ്പിച്ചു കളഞ്ഞു. പക്ഷേ നെഹ്റുവിനൊരു ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹം ക്യാബിനറ്റിൽ ഉണ്ടാകണം, സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 54 അദ്ദേഹം അവിടെ പറഞ്ഞു, ഈ ഭരണഘടന കൊണ്ട് നമുക്കാർക്കും ഒരു പ്രയോജനമില്ല. ഇത് കത്തിച്ച് കളയുന്ന ആദ്യത്തെ ആൾ ഞാൻ തന്നെയായിരിക്കും. നോക്കൂ, ആ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ആളുടെ വിലപനം. അദ്ദേഹം ദീനദീനം കരയുകയല്ലേ. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ താൻ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത്, തനിക്ക് തന്നെ അത് സഹിക്കാൻ കഴിയാത്ത കാര്യത്തിലേക്ക് അതിൻ്റെ വകുപ്പുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, വകുപ്പുകൾക്ക് ഉദ്ദേശിക്കാത്ത അർത്ഥം കൽപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നു. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ 46 ഡിസംബർ മാസത്തിൽ നിലവിൽ വരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ
2 കൊല്ലവും 11 മാസവും 17 ദിവസവും കൊണ്ട് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കി. 49 നവംബർ മാസം 26-ാം തീയതി അത് അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. രാഷ്ട്രപതിയല്ല, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന രാജേന്ദ്ര പ്രസാദ് ഒപ്പിട്ടതോടുകൂടി അതൊരു ഡോക്യുമെൻ്റായി, ഒരു പ്രമാണമായി അംഗീകരിക്കപ്പെട്ടു. അത് ഔപചാരികമായി നിലവിൽ വരുന്നത് 50 ജനുവരി 26 തീരുമാനിച്ചു. ജനുവരി 26 തീരുമാനിക്കാൻ കാരണം 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ വച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നത്, അംഗീകരിക്കുന്നത്. ആ പൂർണ്ണ സ്വരാജ് മുദ്രാവാക്യത്തിൻ്റെ പിന്നാലെയാണ് 1930 ഉപ്പ് സത്യാഗ്രഹം തുടങ്ങുന്നത്, നിങ്ങൾക്കറിയാം. അത് ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ദിവസം ജനുവരി 26 ആയതിനാൽ 1950 ജനുവരി 26-ന് ഭരണഘടന ഔപചാരികമായി നിലവിൽ വന്ന ദിവസമായി പ്രഖ്യാപിക്കുന്നു. അതാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് അംഗീകരിക്കുന്നത്. എന്നുവച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നത്, നിയമപരമായി സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നത് 50 ജനുവരി 26-നാണ്, 47-ൽ. 47-ൽ നമുക്ക് കിട്ടിയത് അധികാര കൈമാറ്റം മാത്രമാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അദൃശ്യ ഖഡ്ഗമുണ്ടായിരുന്നു. ആ ഖഡ്ഗം ഭേസിയിരുന്നത് ഗവർണർ ജനറലായിരുന്നു. ആദ്യം മൗണ്ട് ബാറ്റനായിരുന്നു, പിന്നീട് നമ്മൾ രാജാജിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നത്, റിപ്പബ്ലിക് ആകുന്നത് 50 ജനുവരി 26-നാണ്. അത് ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന ദിവസം. എന്താണ് റിപ്പബ്ലിക്? തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യമാണ് റിപ്പബ്ലിക്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുകയാണ്. ബ്രിട്ടീഷ് രാജാവ് അധികാരത്തിൽ വന്ന തിരഞ്ഞെടുപ്പിലൂടെയല്ല, പരമ്പരാഗതമായ പിന്തുടർച്ചാവകാശം, ദായക്രമം. നെതർലാൻഡ്സിലെ രാജ്ഞിയും രാജാവും ഇവിടെ വന്നിട്ട് പോയല്ലോ, തിരഞ്ഞെടുക്കപ്പെടുകയല്ല. ജപ്പാനിലെ രാജാവ് തിരഞ്ഞെടുക്കപ്പെടുകയല്ല. നേപ്പാളിൽ നേരത്തെ തിരഞ്ഞെടുക്കപ്പെടാനില്ല, ഇപ്പോൾ പക്ഷേ റിപ്പബ്ലിക്കാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലമുള്ള രാജ്യമാണ് റിപ്പബ്ലിക്. അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക്കായി തീർന്നു. എന്താണ് ഈ ഭരണഘടനയിൽ പറയുന്നത്? ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 395 വകുപ്പുകളുണ്ട്, 22 അധ്യായങ്ങളുണ്ട്. 1-ാം അധ്യായം നമ്മുടെ ഭൂപ്രദേശത്തെ സംബന്ധിച്ചാണ്. 2-ാം അധ്യായം ഭരണഘടനയെ സംബന്ധിച്ച്, പൗരത്വത്തെ സംബന്ധിച്ചാണ്. 3-ാം അധ്യായം മൗലിക അവകാശമാണ്. 4-ാം അധ്യായം നിർദ്ദേശക തത്വങ്ങളാണ്. 4A എന്ന് പറയുന്നത് മൗലികമായ കടമകളാണ്. 5 എന്ന് പറയുന്നത് കേന്ദ്രഭരണത്തെ സംബന്ധിച്ചാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോകുന്നു. ഇതിൽ ഭരണഘടനയുടെ ഓരോ വകുപ്പും എടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിലെ ആദ്യത്തെ ഒരു വാചകം മാത്രം മതി ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് മനസ്സിലാക്കാൻ. നമ്മൾ വീട്ടിലെ അമ്മമാർ അടുക്കളയിൽ കഞ്ഞി വയ്ക്കുമ്പോൾ കലത്തിൽ കിടന്ന് തിളയ്ക്കുന്ന അരി വെന്തോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? മുഴുവൻ എടുത്ത് നോക്കിയിട്ടല്ലല്ലോ, 1-2 ചോറെടുത്ത് ഞെക്കി നോക്കിയിട്ടാണ് വേവിൻ്റെ പരുവം തീരുമാനിക്കുന്നത്, വെന്തോ ഇല്ലയോ തീരുമാനിക്കുന്നത്, വേവ് മതിയോ തീരുമാനിക്കുന്നത്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എന്തുണ്ടെന്നുള്ളത് 395 വകുപ്പും പരിശോധിക്കേണ്ട കാര്യമില്ല. പ്രിയാമ്പിൾ മാത്രം നോക്കിയാൽ മതി. എന്താണ് പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ ഒറ്റ വാചകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഹ്റു എഴുതി തയ്യാറാക്കിയ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലെ അത്യാവശ്യം കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒന്ന്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ into a sovereign democratic republic. 49 അല്ലെങ്കിൽ 50 ഇത് 3 വാചകമേ ഉണ്ടായിരുന്നത്. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 76-ലാണ് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഈസ് എ സോവറിൻ സെക്കുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സെക്കുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും 2 പദങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ്, സോവറിൻ സെക്കുലർ സോഷ്യലിസ്റ്റ്, ലിബർട്ടി ഓഫ് തോട്ട്, ചിന്ത, എക്സ്പ്രഷൻ, അതിൻ്റെ പ്രകടനം,
ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് വർഷിപ്പ്, ആരാധനാ സ്വാതന്ത്ര്യം. ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വവും സ്ഥിതി സമത്വവും അവസര സമത്വവും. ആൻഡ് എൻഷുറിംഗ് ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ അന്തസ്സ്. ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ടും വ്യക്തിയുടെ ഡിഗ്നിറ്റി, അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ടും ഉള്ള ഒരു ഭരണഘടന. ഏത് ദിവസം? ഓൺ ദിസ് ഡേ 26th day of November 1949 do hereby enact, adopt and give to ourselves this constitution. നമ്മൾ സ്വയം നമുക്ക് തന്നെ സമർപ്പിക്കുന്നു, ഈ ഇന്ത്യൻ ജനതയ്ക്ക് ഈ ഭരണഘടനയെ സമർപ്പിക്കുകയാണ്. അതിൽ 4 കാര്യങ്ങളേ ഉള്ളൂ പ്രധാനപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ, 4 മുദ്രാവാക്യങ്ങൾ, 4 രത്നങ്ങൾ, ചതുർരത്നങ്ങൾ. ഏതൊക്കെയാണത്? 1 ജസ്റ്റിസ്, 2 ലിബേർട്ടി, 3 ഇക്വാളിറ്റി, 4 ഫ്രട്ടേണിറ്റി. ഈ 4 കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബാക്കിയുള്ള 395 വകുപ്പുകളിലും നമ്മുടെ ഹൃദയം മിടിക്കുന്നത് പോലെ. നമ്മുടെ ഹൃദയം മിടിക്കുന്നത് കൊണ്ടാണല്ലോ ഉച്ചി മുതൽ ഉള്ളംകാല് വരെയുള്ള ഞരമ്പുകളിൽ രക്തഓട്ടം ഉണ്ടാകുന്നത്. ഹൃദയത്തിൻ്റെ മിടിപ്പിന് ശക്തി കുറയുമ്പോഴാണല്ലോ നമ്മൾ ഹൃദ്രോഗിയാണെന്ന് തിരിച്ചറിയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന അശുദ്ധരക്തമായി തിരിച്ചു കൊണ്ടുവരികയും വീണ്ടും പമ്പ് ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് വിടുകയും ചെയ്യുന്ന പ്രക്രിയ, ആ ഹൃദയമിടി. സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞ പ്രശ്നം വീണ്ടും വന്നു. നെറ്റ് കൂടെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നു. എൻ്റേത് BSNL കണക്ഷനാണ്, അതിൻ്റെ എന്തോ തകരാറാണെന്ന് തോന്നുന്നു. ഇത് ഇന്നലെ വേറൊരു പ്രഭാഷണത്തിൽ സംഭവിച്ചതാണ്. ഞാനത് അവസാനിപ്പിക്കാം. ഈ 4 മുദ്രാവാക്യങ്ങൾ, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 4 കാര്യങ്ങളാണ് 3-ാം അധ്യായത്തിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. 4-ാം അധ്യായത്തിൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അധികാരങ്ങളിലൊക്കെ പൗരജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്. ജനങ്ങളില്ലെങ്കിൽ ഒരു രാഷ്ട്രമില്ലല്ലോ. വെറും ഭൂപ്രദേശം കൊണ്ട് രാഷ്ട്രമാവില്ലല്ലോ. ഭൂപ്രദേശത്തിൽ അധിവസിക്കുന്ന ജനങ്ങൾ അവരെ ജീവിത രീതി എങ്ങനെയായിരിക്കുമോ തീരുമാനിക്കുന്ന ഭരണകൂടം. ഈ 4 കാര്യങ്ങളാണ് പിന്നീട് വരുന്ന പൗരത്വ നിയമമായിരുന്നാലും, 2-ാം അധ്യായത്തിലെ പൗരത്വ നിയമമായിരുന്നാലും, 3-ാം അധ്യായത്തിൽ പറയുന്ന മൗലികാവകാശങ്ങളായിരുന്നാലും, 4-ാം അധ്യായത്തിൽ പറയുന്ന നിദേശതത്വങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിയുടെ അവകാശമാണ്, ഭരണകൂടത്തിൻ്റെ കടമയുമാണ്. ഭാവിയിൽ ഭരണകൂടം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ എന്ത് മാർഗനിർദ്ദേശകമാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഭരണകൂടത്തിനുള്ള മാർഗനിർദ്ദേശകമാണ്. ഈ 4 കാര്യങ്ങൾ, നീതി, ഇപ്പോൾ 70 കൊല്ലമാകുന്നു ഇന്ത്യൻ റിപ്പബ്ലിക്കിന്, 50 നിലവിൽ വന്നു. നീതി നടപ്പിലായോ? നമുക്ക് സാമ്പത്തികമായ നീതി കിട്ടിയോ? സാമൂഹ്യമായ നീതി കിട്ടിയോ? രാഷ്ട്രീയമായ നീതി കിട്ടിയോ? ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഭരണഘടനാ നിയമം അറിയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നാടുവാഴി ജന്മി പൗരോഹിത്യ കാലഘട്ടത്തിൽ ആരാണോ സമ്പത്തും അധികാരവും കൈവശം വച്ചിരുന്നത് അവർ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ, അവരുടെ പുതിയൊരു വർഗമാണ് ഇപ്പോഴും സമ്പത്തും അധികാരവും കൈവശം വെച്ച് അനുഭവിക്കുന്നത്. കോർപ്പറേറ്റുകൾ എന്ന് പറയുന്ന 2013 ഫോർബ്സ് ഫൗണ്ടേഷൻ നടത്തിയ ഒരു സർവേയിൽ ഇന്ത്യയിലെ 55ഓളം വരുന്ന കോർപ്പറേറ്റുകൾ, നമ്മുടെ ശതകോടീശ്വരന്മാരുടെ കണക്കെടുത്തു. ആ കണക്കെടുത്തപ്പോൾ അതിൽ പറയുന്നത് ആദ്യത്തെ 10 പേർ ബാക്കിയുള്ളവരേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ശതകോടീശ്വരന്മാരാണത്. ആ 10ൽ 7 പേർ ബ്രാഹ്മണരാണ്, 2 പേർ വൈശ്യന്മാരാണ്, ഒരാൾ ശൂദ്രനാണ്. ബാക്കിയുള്ളവരിൽ 27 പേർ വൈശ്യന്മാരാണ്,
ബാക്കിയുള്ളവർ ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ്. രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ അവർണ വിഭാഗത്തിൽപ്പെടുന്നവർ. തമിഴ്നാട്ടിലെ സൺ ഗ്രൂപ്പും ആന്ധ്രാപ്രദേശിലെ ഈനാട് ഗ്രൂപ്പും. അവരുടെ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ബാക്കിയുള്ള ഇന്ത്യൻ മുതലാളിമാരിൽ ബഹുഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ 99% സവർണ, പഴയ കാലത്തെ ജാതിജന്മി നാടുവാഴി കാലത്തെ സവർണ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പം സമ്പത്തും അധികാരവും ആരെ കയ്യിലിരിക്കുന്നു? ആ സവർണ കോർപ്പറേറ്റുകളോടുള്ള ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും ഭരണകൂടം നിയന്ത്രിക്കുന്നവരുടെയും സമീപനം എന്താണ്? നാട്ടുംപുറത്ത് ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, ഉടുതുണിക്ക് വേണ്ടി, മാനത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി വിലപിക്കുന്ന ജനകോടികളുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ നീതി ലഭിച്ചുവെന്ന് നമുക്ക് പറയാനാവുമോ? ഭരണഘടനയിലെ ഈ പ്രിയാമ്പിളിലെ ഒന്നാമത്തെ അവകാശമായി പറയുന്ന ആ മുദ്രാവാക്യം പൗരാവകാശമായി അംഗീകരിക്കാമെങ്കിൽ ഇത് നടപ്പിലായോ? ഇല്ലല്ലോ. രണ്ടാമത്തെ ലിബർട്ടിയോ? ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടോ? ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ആരാധന ഇല്ലായിരുന്ന ബാബറി പള്ളി പൊളിക്കുമായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തെങ്കിൽ ശബരിമല പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് സമ്മതിക്കാമെങ്കിൽ നൂറുകണക്കിന് സവർണ ക്ഷേത്രങ്ങളിൽ കോടിക്കണക്കിന് വരുന്ന ഈ ദലിതന്മാരെ കയറ്റി ആരാധിക്കാൻ സമ്മതിക്കുമായിരുന്നില്ലേ? പൂജാരിമാരാകാൻ സമ്മതിക്കുമായിരുന്നില്ലേ? കേരളത്തിൽ തന്നെ ഉണ്ടായ സംഭവം നമുക്കറിയാമല്ലോ. ദളിതന്മാരായ ആൾക്കാർ പൂജാരിപ്പടി തന്ത്രി പരീക്ഷ പാസ്സായി പൂജാരിമാരായി ശാന്തിക്കാരായി എത്തിയപ്പോൾ പറഞ്ഞതെന്താണ്? മേൽശാന്തി തന്ത്രി ഞങ്ങൾ തന്നെ ആവണം, കീഴ്ശാന്തിക്കാരന്മാർ ആരായാലും കുഴപ്പമില്ല. കാരണം എന്താ? അമ്പലങ്ങളിലെ മേൽശാന്തിക്ക് മാത്രമാണ് നടവരവ്. ശമ്പളത്തിന് പുറമെ നടവരവുണ്ട്. ഭക്തജനങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഒരു മടക്കുണ്ടല്ലോ കയ്യിൽ, പ്രസാദം കൊടുക്കുമ്പോൾ ഇയാൾ എങ്ങും തൊടാതെ ഒരു വാഴയിലയിൽ പ്രസാദം നമ്മുടെ കയ്യിലേക്ക് ഇട്ട് തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നൊരു കടലാസ് കഷ്ണമുണ്ട്. നോട്ട് എന്ന് പറയും, കറൻസി. അത് അദ്ദേഹത്തിന് മാത്രമാണ്, മേൽശാന്തിക്ക് മാത്രമാണ്. തന്ത്രിയോ പരമ്പരാഗതമായ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടാണ് തന്ത്രിപ്പണി. അപ്പം തന്ത്രിയും മേൽശാന്തിയും ഞങ്ങളായിക്കൊള്ളാം, ഈ കീഴ്ശാന്തി പണിക്കൊക്കെ അവനെ ഏൽപ്പിക്കാം. അത് ONV സാറിൻ്റെ കവിതയിൽ പറയും പോലെ ഈ പണ്ട് അമ്പലങ്ങളിൽ ചന്ദനം വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ, കല്ലിരുന്നൊരു കീഴ്ശാന്തി അരയ്ക്കും. അരഞ്ഞരഞ്ഞേ തീരും ഹരിചന്ദനം പോലെ, അരഞ്ഞരഞ്ഞേ തീരും ഹരിചന്ദനം പോലെ കീഴ്ശാന്തിക്കാരൻ അരഞ്ഞോണ്ടിരിക്കും, തേഞ്ഞിരിക്കും. അവന് അവിടെയൊക്കെ കീഴ്ശാന്തിക്കാരൻ. അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മറുഭാഗത്ത് പൂജാരിയാകാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഒന്നുണ്ടോ? വിശ്വസിക്കാൻ, ചിന്തിക്കാൻ, പ്രകടിപ്പിക്കാൻ, ആരാധിക്കാൻ. ചിന്തിച്ചതിൻ്റെയും പ്രകടിപ്പിച്ചതിൻ്റെയും പേരിലാണല്ലോ ഈ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. ചിന്തിക്കുന്നതിൻ്റെയും പ്രകടിപ്പിക്കുന്നതിൻ്റെയും പേരിലാണല്ലോ എഴുത്തുകാരെ വേട്ടയാടുന്നത്, കവിത എഴുതുന്നവരെ, നോവൽ എഴുതുന്നവരെ. പ്രസംഗിച്ചതിൻ്റെ പേരിലാണല്ലോ ആസാദിൻ്റെ പേരിൽ ഇയാളെ കരയേറ്റ് ബുദ്ധിപിടിച്ചത്. അപ്പോൾ ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും ആരാധിക്കാനും വിശ്വസിക്കാനും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ ഈ പറയുന്ന 135 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ 35 കോടി ജനത്തിന് കിട്ടുന്നില്ല. ഇക്വാളിറ്റിയോ സ്ഥിതി സമത്വവും അവസര സമത്വവും ഉണ്ടോ? സ്ഥിതി സമത്വം ഇല്ലല്ലോ, അവസര സമത്വവും ഇല്ലല്ലോ. അവസാനത്തെ പിന്നെ സാഹോദര്യത്തിൻ്റെ കാര്യം പറഞ്ഞാലോ, ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ഉണ്ടോ? വ്യക്തിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന 4 കാര്യങ്ങൾ, ആമുഖത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ, പ്രിയാമ്പിളിൽ പറയുന്ന 4 രത്നങ്ങൾ, ചതുർരത്നങ്ങൾ, അത് നടപ്പിലാക്കുന്നതിൽ ഈ 70 കൊല്ലം ഇന്ത്യ ഭരിച്ച ഭരണകർത്താക്കൾ പരാജയപ്പെട്ടു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായി വരും. ആരെയും കുറ്റപ്പെടുത്തലല്ല, ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയോ അത് നയിച്ചിരുന്ന പിന്നെ നേതാക്കളെയോ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. അത് വർഗ താല്പര്യമാണ്, സമൂഹത്തിൻ്റെ വർഗ താല്പര്യം. പണ്ട് ജാതി ജന്മി നാടുവാഴി പൗരോഹിത്യ മേധാവിത്വമാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിപ്പോൾ പറ്റില്ല, ജാതി വിവേചനം പറ്റില്ല, നിയമപരമായിട്ട് പറ്റില്ല. പക്ഷേ സമൂഹത്തിൽ നമ്മൾ ആചരിക്കുന്നു. ജാതി വിവേചനം കേരളത്തിലില്ല, പക്ഷേ ജാതിബോധം കഠിനമായിട്ടുണ്ട്.
അപ്പോൾ സാഹോദര്യം പറഞ്ഞ് നേതാക്കൾ തമ്മിൽ പിന്നെ ആലിംഗനം ചെയ്ത് അല്ല അഭിസംബോധന ചെയ്ത് പോകുമ്പോൾ അണികൾ തമ്മിലടിച്ച് തലകീറുകയല്ലേ? അത് നടപ്പിലാക്കാൻ വർഗ താല്പര്യത്തിന് അപ്പുറമുള്ള താല്പര്യങ്ങൾ വരേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വിശ്വോത്തരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ മഹത്തരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മഹത്തരമായ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും താഴെപ്പടിയിൽ നിൽക്കുന്നവൻ, വനവാസിക്കും ആദിവാസിക്കും ഒക്കെ അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണം. പൗരനായിരിക്കാനുള്ള അതുണ്ടാവണം, അല്ലെങ്കിൽ അന്തസ്സുണ്ടാക്കാൻ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ് പൗരത്വം. അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പൗരത്വം എന്ന് പറയുന്നത് 47-48 കാലത്ത് അതിക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് പേർക്ക് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇന്ത്യൻ വംശജർ ഇന്ത്യയിലേക്ക് വന്നു. വിഭജിക്കപ്പെട്ട പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഒരുപാട് പേർ അങ്ങോട്ടും പോയി. അവരെയൊക്കെ ഇന്ത്യൻ പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതാണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമം. 86 ഭേദഗതി കൊണ്ടെന്ന് ഏറ്റവും അവസാനത്തെ ഭേദഗതി 2019 ഡിസംബറിലായിരുന്നു. ആ ഭേദഗതിയിൽ പറയുന്ന എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന തുല്യതയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരായിട്ടുള്ളതാണ്. പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവർ മുസ്ലിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും പൗരത്വമാകാമെന്നാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അവിടുന്ന് വന്നവരെ സ്വീകരിക്കുന്ന കാര്യം മനസ്സിലാക്കാം. എന്തിനാ ഈ അഫ്ഗാനിസ്ഥാൻ? ഒരു കാലത്തും ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യമാണ്. ഇന്നത്തെ ഇന്ത്യയുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെ കൂടെ വരാമെങ്കിൽ തൊട്ടപ്പുറത്ത് മ്യാൻമാറിൽ നിന്ന് വന്നവരെ പറയാമായിരുന്നു. തൊട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്കാരം കുറേ വച്ച് പുലർത്തുന്ന ശ്രീലങ്കയിൽ നിന്ന് വന്നവരെ പറയാമായിരുന്നു. അതൊന്നും പറയാതെ മുസ്ലിങ്ങളെ മാത്രം പ്രത്യേകിച്ച് ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തുമ്പോൾ, അത്തരത്തിൽ പറയുമ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന സെക്കുലർ എന്ന മതനിരപേക്ഷം എന്ന പദത്തിന് വിരുദ്ധമാണ്. ആ മതനിരപേക്ഷം എന്ന പദത്തിന് വിരുദ്ധം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഭൂമി പൂജയ്ക്ക് പോയത്. അദ്ദേഹത്തിന് വിശ്വസിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ തടസ്സമില്ല. പക്ഷേ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല, ആചാരപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. അത് മതനിഷിദ്ധമാണ്. അത് ഭരണഘടനാ നിഷിദ്ധമാണ്. മതനിരപേക്ഷയ്ക്കെതിരാണ്. അപ്പോൾ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം ഒന്ന്, നടപ്പിലാക്കപ്പെടുന്നത് മറ്റൊരു കാര്യം. ഈ അന്തരം നിലനിൽക്കുന്നു. അത് യുവാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭാവിയിൽ നിങ്ങൾ ഭരണകർത്താക്കളാകുമ്പോൾ, ഒരു കാലത്തെ യുവാക്കളാണല്ലോ ഇപ്പോൾ ഭരണകർത്താക്കളായിരിക്കുന്നത്. ഒരുപക്ഷേ യുവാ സംഘടനകളിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ. അവർ യുവാക്കളായിരുന്നു ഒരു കാലത്ത്. നിങ്ങൾ ഭാവിയിൽ ഭരണാധികാരികളാകുമ്പോൾ, അത് രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന അധികാരികൾ മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരായി സർക്കാർ സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരായി എത്തുമ്പോഴും നമ്മളെ നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നയിക്കുന്ന മാർഗരേഖ എന്ന് ചോദിച്ചാൽ ഭരണഘടനയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി നിങ്ങൾ വില്ലേജ് ഓഫീസറായിട്ടോ വില്ലേജ് അസിസ്റ്റൻ്റായിട്ടോ ജോലി ചെയ്യുമ്പോൾ കരമടയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിനോ വേണ്ടിയിട്ടോ വരുമ്പോൾ അവിടെ വരുന്നൊരു പാവപ്പെട്ടവനാണ് എങ്കിൽ അവനെ ചെരിപ്പൂരി വച്ചിട്ടേ അകത്തേക്ക് പ്രവേശിപ്പിക്കാവൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, സർക്കാർ ആഫീസ് ദേവാലയം പോലെ നഗ്നപാതരായിട്ട് കടന്നു വരേണ്ടവരുടെ ആഫീസാണോ? ചെരുപ്പിട്ട് വന്നതിന് നിങ്ങൾ അയാളെ പുറത്തിറക്കി നിർത്തുമോ? ഒറ്റ ദിവസം കൊണ്ട് എഴുതി കൊടുക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി 7 ദിവസം അയാളെ വരുത്തിക്കുമോ? പാവം അയാളന്ന് പാടത്ത് പോയി പണിയെടുത്തെങ്കിൽ മാത്രമേ ചിലപ്പോൾ അയാളുടെ കുടുംബത്തിൻ്റെ പട്ടിണി അകറ്റാൻ പറ്റൂ. തനിക്കുണ്ടായ ദുരിതം തൻ്റെ മക്കൾക്കുണ്ടാകരുതേ അക്ഷരം പഠിച്ച് ബിരുദമെടുത്ത് ഏതെങ്കിലും സർക്കാർ ആഫീസിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കട്ടെ, ആ കുഞ്ഞിൻ്റെ മകൻ്റെ ഭാവിയെങ്കിലും ഭദ്രമാകുമല്ലോ എന്നോർത്ത് കത്തിക്കരിഞ്ഞ വിറകുകൊള്ളി പോലെ ഇരിക്കുന്ന ഗ്രാമീണൻ, കർഷക തൊഴിലാളി, ചുമട്ടുതൊഴിലാളി, നിർമ്മാണ തൊഴിലാളി നിങ്ങളുടെ മുമ്പിൽ, വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ബൈബിളായിരിക്കണമോ, ഭഗവത്ഗീതയായിരിക്കണമോ,
ഖുറാനായിരിക്കണമോ ഇന്ത്യൻ ഭരണഘടനയായിരിക്കണമോ? നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിരിക്കാം, ഭരണഘടന ഈ മതഗ്രന്ഥങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വരിക. വില്ലേജ് ഓഫീസിൽ ഇരിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന പ്രകാരം ഭരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ നമ്മുടെ ഓരോ പൗരനും സഹോദരനും സഹോദരിക്കും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ തരത്തിലുള്ള ഒരു ബോധമുണ്ടാകും. അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്, നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യവും ഉദ്യോഗസ്ഥന്മാരെന്ന നിലയ്ക്കോ ഭരണകർത്താക്കൾ എന്നുള്ള നിലയ്ക്കോ ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്കോ നമ്മൾ നടപ്പിലാക്കുന്നത് മറ്റൊരു കാര്യവുമാണെങ്കിൽ ഭരണഘടനയെ പരാജയപ്പെടുത്തുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഭരണഘടനയെ പരാജയപ്പെടുത്തുകയല്ല, ഭരണഘടനയെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അതിലേക്കുള്ള ഭരണഘടനാ ബോധം, ഭരണഘടനാ സാക്ഷരത, നിയമസാക്ഷരത, ഭരണഘടനയ്ക്ക് വിധേയമായി ഇന്ത്യയിലെ പാർലമെൻറ്റും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ആനുഷംഗികമായി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ പരിസ്ഥിതിയെ സംബന്ധിച്ചൊരു നിയമം കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയല്ലോ. അതിനെക്കുറിച്ച് ചർച്ച നടക്കുകയാണ്. കേരളം അതിൻ്റെ ഔപചാരികമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ചർച്ചകൾ കൂടുതൽ വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാം, പരിസ്ഥിതിക്ക് ദോഷകരമായ തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ഖനനം നടക്കുമ്പോൾ അതെങ്ങനെ ഒഴിവാക്കണമെന്ന് സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ ഇന്നലെ സുപ്രീം കോടതി താക്കീത് ചെയ്തൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ നിയമം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും. ഈ പ്രശ്നം നടക്കുന്ന ഈ നിയമം നടപ്പിലാക്കേണ്ടത് കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ ആന്ധ്രയിലെയോ ഒരു നാട്ടും പുറത്തൊരു കുന്നിൻ്റെ താഴ്വരയിലായിരിക്കും, രാജമലയിലായിരിക്കാം, അല്ലെങ്കിൽ അഗസ്ത്യാർകൂടത്തിൻ്റെ അവിടെ ആയിരിക്കാം. ഈ നിയമം എന്താണെന്ന് മലയാളിക്ക് അറിയുമോ? മലയാളിക്ക് അറിയണമെങ്കിൽ എന്തു വേണം? മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം. മലയാള ഭാഷയിൽ പ്രാദേശിക ഭാഷകളിൽ പരിഭാഷപ്പെടുത്തേണ്ടതില്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രം മതി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞു ഇത് പരിഭാഷപ്പെടുത്തി കൊണ്ടുവരണം. 1963 ഔദ്യോഗിക ഭാഷാ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് ഹിന്ദി മാത്രം മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞെന്താ? ഇത് പ്രാദേശിക ഭാഷകളിലൂടെ പരിഭാഷപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഓരോ പ്രദേശത്തെയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭാഷാ പ്രയോഗം ഓരോ ജനതയുടെയും അവകാശമല്ലേ? ആണെന്ന് സുപ്രീം കോടതി പറയുന്നു, ആണെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പൗരന്മാരുടെ അവകാശം, ഭാഷാപരമായ അവകാശം. അതിനെ സംബന്ധിച്ച് നമ്മുടെ അറിവ്, നിയമപരമായ അറിവ്, നിയമസാക്ഷരത. ഗർഭസ്ഥ ശിശുവിന് അവകാശമുണ്ട്, ശിശുക്കൾക്ക് അവകാശമുണ്ട്, ബാലന്മാർക്ക് അവകാശമുണ്ട്, യുവാക്കൾക്ക് അവകാശമുണ്ട്, നിങ്ങൾക്കറിയാം. മുതിർന്ന പൗരന്മാർക്ക് അവകാശമുണ്ട്, സ്ത്രീകൾക്ക് അവകാശമുണ്ട്, ഭിന്ന ലിംഗക്കാർക്ക് അവകാശമുണ്ട്, ഭിന്നശേഷിക്കാർക്ക് അവകാശമുണ്ട്, പട്ടികജാതി പട്ടികവർഗത്തിന് പ്രത്യേക അവകാശങ്ങളുണ്ട്, വനവാസികൾക്ക് വേറെ അവകാശമുണ്ട്, പിന്നോക്ക ജാതിക്കാർക്കും പിന്നോക്ക സമുദായക്കാർക്കും വെവ്വേറെ അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നിയമസാക്ഷരതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഭരണഘടനാ സാക്ഷരതയോടൊപ്പം തന്നെ നമ്മൾ നിയമസാക്ഷരതയും നേടണം. അതിൽ യുവാക്കളാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, യുവാക്കളാണ് അറിയേണ്ടത്. എന്തെന്നാൽ നിങ്ങളാണ് ഭാവി ഭാരതത്തെയും ഭാവി കേരളത്തെയും ഭരിക്കേണ്ടത്. അത്തരത്തിൽ നിയമസാക്ഷരത ഉണ്ടാകാനും ഭരണഘടനാ സാക്ഷരത ഉണ്ടാകാൻ നിങ്ങൾ ശ്രമിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.